ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇതിൻ്റെ ആദ്യ മണിക്കൂറുകൾ, ആ ഘട്ടത്തിൽ ഉണ്ടായ നിസ്സംഗത തന്നെയാണ്. അടിയന്തര സാഹചര്യങ്ങൾ ഒരുപാട് നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ ഘട്ടങ്ങളിലെല്ലാം വലിയ തോതിൽ സഹായം നമുക്ക് നമ്മുടേതല്ലാത്തവരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഏജൻസികളല്ലാത്ത, എന്നാൽ കേന്ദ്ര ഏജൻസികൾ. ആ കേന്ദ്ര ഏജൻസികളുടെ സഹായം വിവിധ ഘട്ടങ്ങളിൽ നമ്മുടെ സംസ്ഥാനം സ്വീകരിച്ചിട്ടുണ്ട്. എൻ്റെ അനുഭവം പറയാൻ, ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ കേന്ദ്ര ഏജൻസികളെ ബന്ധപ്പെട്ടാൽ ഒരു പ്രയാസവുമില്ലാതെ അവർ സഹായിച്ചിട്ടുണ്ട് എല്ലാ ഘട്ടത്തിലും. പക്ഷേ ഇവിടെ എന്താ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്? BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുകയാണ്, ഒരു മന്ത്രി എന്നെ ബന്ധപ്പെട്ടു, നിങ്ങൾ സഹായിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബന്ധപ്പെട്ടു. ആ ബന്ധപ്പെട്ടതിൻ്റെ ഭാഗമായി സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്താണിത്? നമ്മുടെ നാടിൻ്റെ അനുഭവത്തിൽ അങ്ങനൊരു വശമില്ല. ഇവിടെ ഏതെല്ലാമോ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ഒരുപാട് ദുരന്തങ്ങൾ നമ്മൾ നേരിട്ടിട്ടുണ്ടല്ലോ. ആ ദുരന്തങ്ങൾ നേരിട്ട ഘട്ടത്തിലൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രത്യേക സഹായം, ഏജൻസിയുടെ സഹായം ലഭ്യമാകുന്നതിന് വേണ്ടി തേടിയിട്ടില്ല. കേന്ദ്ര ഏജൻസിയെ നേരിട്ട് ബന്ധപ്പെടാം, സംസ്ഥാന ഗവൺമെൻറ് ബന്ധപ്പെടാം. സംസ്ഥാന ഗവൺമെൻറ് ബന്ധപ്പെട്ടാൽ നേവി അടക്കമുള്ള, ആർമി അടക്കമുള്ള ആളുകളുടെ സഹായം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഏത് ഘട്ടത്തിൽ? എന്തിനാണ് ഒരു മന്ത്രി BJPയുടെ സംസ്ഥാന അധ്യക്ഷനോട് അഭ്യർത്ഥിച്ചിട്ട് അവരുടെ ഇടപെടലിലൂടെ സഹായത്തിന് വേണ്ടി കാത്തത്? എന്തേ അതുവരെ ബന്ധപ്പെടാതിരുന്നത്? എന്തുകൊണ്ടാണ് ബന്ധപ്പെടുന്നതിൽ വീഴ്ചയുണ്ടായത്? ഇത് ഗൗരവമായ പ്രശ്നമാണല്ലോ. നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരം കാര്യങ്ങൾക്ക് അടിയന്തര സന്ദേശം നൽകുന്ന രീതികളുണ്ടല്ലോ. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെല്ലാം ഉണർന്ന് പ്രവർത്തിക്കുമല്ലോ. കേന്ദ്ര ഏജൻസികൾ നമുക്ക് നൽകിയ സഹായത്തിൻ്റെ ഭാഗമായി അവരുടെ സഹകരണത്തിൻ്റെ മേന്മ കണ്ട് ദുരന്തങ്ങൾക്കെല്ലാം ശേഷം അവരെ അനുമോദിക്കുന്ന ചടങ്ങ് നടത്തിയതാണ് നമ്മുടെ സംസ്ഥാനം. ആ തരത്തിലുള്ള സഹായമാണ് അവരിൽ നിന്ന് ലഭിച്ചിരുന്നത് ഓരോ ഘട്ടത്തിലും. എന്തേ ഇവിടെ അതിനെല്ലാം ഭംഗം വന്നത്? മാത്രമല്ല, കടലിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കാര്യത്തിൽ എല്ലാ തരത്തിലുള്ള സംരക്ഷണ സഹായങ്ങളും, സഹായ പ്രവർത്തനങ്ങളും, പുനരധിവാസ പ്രവർത്തനങ്ങളും, കുടുംബത്തിൻ്റെ സഹായം ഉറപ്പിക്കലും എല്ലാം ഉണ്ടാകണമെന്നുള്ള ഭാഗം ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞതായിട്ട് കാണുന്നത്, കടലിൽ കാണാതാകുന്നവർക്ക് ആനുകൂല്യം നൽകാൻ 7 വർഷം കാത്തിരിക്കണം എന്ന നിയമം UDF മാറ്റും. അത് അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കാത്ത ഒരാളാണെങ്കിൽ എന്തോ അറിയാതെ പറഞ്ഞു പോയതാണെന്ന് പറയാം. നമുക്ക് ഓർമ്മയില്ലേ ഓഖി ദുരന്തം? ഓഖി ദുരന്തമുണ്ടായ ഘട്ടത്തിലാണ് നമ്മുടെ രാജ്യത്ത് എവിടെയും ഇല്ലാത്ത തരത്തിലുള്ള ഇടപെടൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാരം നൽകൽ ചെറിയ തുകയായിരുന്നു. നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നിയമപ്രശ്നം, സാങ്കേതിക പ്രശ്നം, ഇത്തരം നൂലാമാലകൾ, അതിൻ്റെ ഭാഗമായി ഒരു തടസ്സവും ഉണ്ടാകാൻ പാടില്ല എന്ന നിലപാട് തന്നെ സംസ്ഥാന സർക്കാർ എടുത്തു. അതിൻ്റെ ഭാഗമായി ആ സമയത്ത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എത്ര പേരെ? 33 പേരെ. അവരടക്കം 142 മത്സ്യത്തൊഴിലാളികൾ. ആ കുടുംബങ്ങൾക്കാകെ അതേവരെ രാജ്യത്തെവിടെയും നൽകാത്ത രീതിയിലുള്ള നഷ്ടപരിഹാരമാണ് നമ്മൾ നൽകിയത്.
അതോടൊപ്പം ഈ കാണാതായവർക്ക് ഈ പറഞ്ഞ 7 വർഷത്തെ മാനദണ്ഡമില്ലേ, ആ 7 വർഷത്തെ മാനദണ്ഡം ബാധകമാക്കേണ്ടതില്ല എന്നും തീരുമാനിച്ചു. ഇതൊക്കെ സർക്കാർ ഫയലുകളിലുള്ളതല്ലേ, സർക്കാർ എടുത്ത നടപടിയല്ലേ, രഹസ്യമായിട്ട് എടുത്തതല്ലാലോ. ഞാൻ ഓർക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് സെക്രട്ടറിമാരുടെ ഒരു സെക്രട്ടറി തല കമ്മിറ്റി ഉണ്ടായിരുന്നു. അവരുടെ ഒരു പരിശോധനയുടെ ഭാഗമായിട്ടാണ് റിപ്പോർട്ടുകൾ വന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നടപടിയാണ് സ്വീകരിച്ചത്. അതെല്ലാം നടന്നൊരു നാടല്ലേ ഇത്. അതെല്ലാം അറിയാവുന്നവരല്ലേ നാട്ടുകാർ, അതെല്ലാം അറിയാവുന്നവരല്ലേ തീരദേശത്തെ ജനങ്ങൾ. അവരോടാണ് ഇത് ഈ നിയമം UDF മാറ്റുമെന്ന് പറയുന്നത്. നമ്മൾ മാറ്റിയതാണല്ലോ, കീഴ്വഴക്കമുണ്ടല്ലോ, അതനുസരിച്ച് നടപടികൾ സ്വീകരിക്കാമല്ലോ. ഓക്കി ഘട്ടത്തിൽ സ്വീകരിച്ച നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചാൽ മതിയല്ലോ. കാണാതായവരുടെ കാര്യത്തിൽ അത്തരം നടപടികളിലേക്ക് കടക്കാമല്ലോ. നോക്കേണ്ടത് ആ ഘട്ടത്തിൽ 22 ലക്ഷം രൂപ വീതമാണ് ധനസഹായം നൽകിയിരുന്നത്. ചില സംസ്ഥാനങ്ങളിൽ മത്സ്യത്തൊഴിലാളികളുടെ പ്രക്ഷോഭം നടന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. കേരളം ഇങ്ങനെ ചെയ്തിരിക്കുന്നു, ഞങ്ങൾക്ക് കേരളത്തിൻ്റെ മാതൃകയിലുള്ള സഹായം ലഭിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന പ്രക്ഷോഭം, ആ തരത്തിലുള്ള ഇടപെടലായിരുന്നു നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നമ്മൾ സൃഷ്ടിച്ച കീഴ്വഴക്കമുണ്ടല്ലോ. കുടുംബനാഥൻ നഷ്ടപ്പെട്ട കുടുംബത്തിന് ജോലി, കുട്ടികൾക്ക് വിദ്യാഭ്യാസം, അവരുടെ സംരക്ഷണം, അതിനായി 2035 വരെ 13.5 കോടി രൂപ ട്രഷറിയിൽ നിക്ഷേപിക്കൽ, ഇവയെല്ലാം നടന്ന നാടാണിത്. അതിൻ്റെ അനുഭവമുള്ളവരാണ് തീരദേശത്തെ മത്സ്യത്തൊഴിലാളികൾ. അത് നമ്മൾ ഓർക്കാതിരിക്കരുത്. അപ്പോൾ ഒരു നിയമ സാങ്കേതിക നൂലാമാലകളും ഇതിനൊന്നും തടസ്സമായി വന്നിട്ടില്ല. അപ്പോൾ ആ വസ്തുതകൾ മുഖ്യമന്ത്രി പരിശോധിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഏതായാലും ഇതെല്ലാം ഉണ്ട് എന്ന് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ജനങ്ങൾ തെറ്റിദ്ധരിക്കാൻ പാടില്ലല്ലോ. മുഖ്യമന്ത്രിയും പറയുന്ന കാര്യങ്ങൾ വസ്തുതാപരമായിരിക്കണമല്ലോ. അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഓർമ്മിപ്പിക്കേണ്ടി വന്നത്. അതേപോലെ മുഖ്യമന്ത്രി നടത്തിയൊരു പ്രസ്താവന, എത്ര ആലോചിച്ചിട്ടും എന്താണ് അങ്ങനൊരു പ്രസ്താവന അദ്ദേഹം നടത്താനിടയായത് എന്ന് പിടികിട്ടുന്നില്ല. അദ്ദേഹം പറഞ്ഞത്, ഇപ്പോൾ 3 പേരെയല്ലേ കാണാതായത്, എന്നാൽ LDFൻ്റെ കാലത്ത് 148 പേരെ കടലിൽ കാണാതായി. ഇത് ഒരു മുഖ്യമന്ത്രി പറയേണ്ട കാര്യമാണോ? മുഖ്യമന്ത്രി എന്ന നിലയിൽ നടത്തേണ്ട പ്രതികരണമാണോ? പ്രകൃതിക്ഷോഭങ്ങൾക്ക് രാഷ്ട്രീയ മാനം നൽകണോ? അത്യന്തം ഹീനമായ നിലപാടല്ലേ ഇത്. അങ്ങനൊരു നിലപാട് സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകാൻ പാടുണ്ടോ?